നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം വട്ടവും വിജയക്കൊടി പാറിക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ ജനസ്വീകാരനായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന്. എതിർ പാർട്ടികളെല്ലാം രാഹുലിനെതിരെ തിരിയുകയും ജനങ്ങൾക്കുള്ളിൽ വിദ്വേഷം നിറക്കാൻ ശ്രമിക്കുകയുമാണ് നിലവിൽ. പക്ഷേ എത്രയൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ വേണം എന്നതിന് തെളിവാണ് അദ്ദേഹം വയനാട്ടിലെത്തുമ്പോൾ കാണുന്ന ജനസാഗരം. ഇന്ന് രാവിലെയോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയത്. റോഡ് ഷോയും കർഷക സംഗമവും കോഴിക്കോട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പരിപാടികൾ. കൂടാതെ മലപ്പുറം, കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും രാഹുൽ വോട്ട് അഭ്യർത്ഥിച്ചു. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ബിഷപ്പുമാരെ അടക്കം സന്ദർശിച്ചിരുന്നു. മാനന്തവാടി ബിഷപ്പ് ഹൌസിലെത്തിയ സ്ഥാനാർത്ഥി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മാനന്തവാടി ബിഷപ്പ് ജോസ് പൊരുന്നേടം, കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, മാനന്തവാടി രൂപത സഹായമെത്രാൻ അലക്സ് താരാമംഗലം എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ബിഷപ്പുമാർ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ വെച്ചത്. അത് മറ്റൊന്നുമല്ല, MP-യുടെ സ്ഥിരം പ്രതിനിധി മണ്ഡലത്തിൽ ഉണ്ടാവണമെന്നതാണ്. ഇതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ നിവേദനമായി ബിഷപ്പുമാർ രാഹുലിന് സമർപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടും കൃത്യമായ കേന്ദ്ര പദ്ധതികൾ എത്താത്ത മണ്ഡലമാണ് വയനാടെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവവും മണ്ഡലത്തിലുണ്ട്. യുവജനങ്ങൾ പഠനത്തിനും ജോലിക്കുമായി വയനാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ജില്ലയിൽ ചികിത്സാ ഗതാഗത സൗകര്യങ്ങളുടെ അഭാവമുണ്ടെന്നും ബിഷപ്പുമാർ ചൂണ്ടിക്കാട്ടി. ബദൽ പാതകളുടെയും ചുരം റോഡിന്റെയും വികസനം അനിവാര്യമാണെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി റെയിൽവേ പദ്ധതി എന്നത് വയനാട്ടുകാരുടെ സ്വപ്നം മാത്രമായി നിൽക്കുകയാണ്. രാത്രിയാത്ര നിരോധനത്തിൽ മാറ്റം വരുത്താത്തത് മാറി മാറി വന്ന സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വഞ്ചനാപരമായ സമീപനമാണെന്നും ബിഷപ്പുമാർ നിവേദനത്തിൽ ആരോപിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം മറ്റൊരാൾ വേണമെന്ന ആവശ്യം രാഹുൽ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ബിഷപ്പുമാർക്കറിയാം, എല്ലായ്പ്പോഴും രാഹുൽ ഗാന്ധിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നത്. അതിനാലാണ് ഇത്തരമൊരു നിബന്ധന രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ ബിഷപ്പുമാർ വെച്ചത്. അതിന് കാരണം ഇക്കുറിയും രാഹുൽ തന്നെ വയനാട്ടിൽ ജയിക്കുമെന്നുള്ളതാണ്.